ദൈവവചനത്തിൽ നിന്ന് പറയുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് പ്രയോജനമായതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ പാപത്തെക്കുറിച്ചും പാപത്തെ മനസ്സിലാക്കി അനുതപിച്ച് കർത്താവായ യേശുവിൻ്റെ അഥവാ പിതാവാകുന്ന ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളാകുന്ന വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് ഇന്ന് രാത്രി സംസാരിപ്പാനായി എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ആ വിഷയം സംസാരിക്കുന്നതിന് മുൻപായി ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളോട് ഓർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തമായി നിർബന്ധിച്ചതുകൊണ്ട് വചനം ശുശ്രൂഷിക്കുന്നതിന് മുൻപ് ഞാനിത് പറയുകയാണ്. ഈ കാലങ്ങളിലായി അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനും കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനും കഷ്ടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനും യേശുവിൽ വിശ്വസിച്ച് മുൻപോട്ട് വരുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്. അങ്ങനെ കുടുംബത്തിൻ്റെ കഷ്ടങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ ഓർത്ത് ചിലപ്പോൾ കരഞ്ഞ് മുൻപോട്ട് വന്നേക്കാം. അങ്ങനെ സ്വന്തമായ കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് വരുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. തങ്ങളുടെ പാപത്തെ ഓർത്ത് അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ നരകത്തിലേക്ക് പോകുന്നു, എനിക്കൊരു രക്ഷിതാവിനെ ആവശ്യമാണ്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും യേശു തൻ്റെ മേൽ ഏറ്റെടുത്തു, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു, എൻ്റെ പാപത്തിൻ്റെ വില കർത്താവായ യേശു കൊടുത്തു, പാപിയായവർ എന്നെ ക്ഷമിച്ച് എന്നെ നരകത്തിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പശ്ചാത്തപത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നടുന്നത്. അല്ലാതെ രോഗത്തെ ഓർത്തോ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളെ ഓർത്തോ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവായ യേശുവിൽ വിശ്വസിച്ചു, നല്ലത് തന്നെ. എന്നാൽ വചനമാകുന്ന വിത്ത് നിങ്ങളിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ളവർ പൂർണ്ണമായും ഇന്ന് വചനം കേൾക്കുമ്പോൾ യഥാർത്ഥമായി തങ്ങളുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. അതിന് അടിസ്ഥാനമായ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുന്നതുമല്ല. വീണ്ടും ഞാൻ വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുമില്ല. അപ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും, അപ്പോൾ വിശ്വാസികളായ രക്ഷിക്കപ്പെട്ടവരാരും പാപം ചെയ്യുന്നില്ലയോ? രക്ഷിക്കപ്പെട്ടവരിൽ കൂടെ പാപപ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഞാൻ വായിക്കുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ ജഡത്തിൻ്റെ അഭിലാഷം ഒരു ദൈവപൈതലിൽ വർദ്ധിച്ചു വന്നാൽ അവനിലുള്ളതായ ആത്മീക മനുഷ്യൻ ബലഹീനനായി തീരുകയും ആ പ്രിയപ്പെട്ടവൻ പാപത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ പാപം ഉണ്ടാകും, അവർ തെറ്റ് ചെയ്യും. എന്നിൽ തെറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ എന്നിലൊരകത്തെ മനുഷ്യനുള്ളതിനാൽ, തെറ്റ് ചെയ്തതിനാൽ എപ്പോൾ വരെയും ആ തെറ്റ് ശരിയാക്കുന്നില്ലയോ അതുവരെയും എൻ്റെ ഉള്ളിൽ വളരെ വേദന ഉണ്ടായിക്കൊണ്ടിരിക്കും.
തെറ്റ് ചെയ്തു. കാരണം എന്നിലുള്ള അകത്തെ മനുഷ്യൻ പറയും, നീ തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ തെറ്റിൽ എനിക്ക് സന്തോഷിപ്പാൻ കഴിയുകയില്ല. ഉദാഹരണമായി, സിനിമ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കൂട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ചതിനാൽ സിനിമാ തിയേറ്ററിൽ പോയി. ഇതിനു മുമ്പ് സിനിമ കണ്ട് ആനന്ദിച്ച വ്യക്തി കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് സിനിമാ തിയേറ്ററിൽ പോയി എങ്കിലും അവിടെ എത്ര നല്ല ഫിലിം വന്നാലും അവനതിൽ സന്തോഷിപ്പാൻ കഴിയുകയില്ല. അവനുള്ള അകത്തെ മനുഷ്യൻ നീ തെറ്റായ സ്ഥാനത്താണ് വന്നിരിക്കുന്നതെന്ന് അവനെ കുറ്റം ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവനെ കുറ്റം ബോധിപ്പിക്കുന്നില്ല എങ്കിൽ ആ പ്രിയപ്പെട്ടവനിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. മറ്റുള്ളവരുടെ പ്രസംഗം കേട്ടു, യേശു സ്നേഹിക്കുന്നവനെന്ന് മനസ്സിലായി, അതെല്ലാം നല്ലത് തന്നെ, ദൈവത്തെ വിശ്വസിപ്പാൻ കർത്താവ് ഇടയാക്കി. എന്നാൽ വീണ്ടും ജനനം നിങ്ങളിൽ നടക്കണമെങ്കിൽ പാപത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ്, ഞാൻ പാപിയാണേ, എനിക്ക് രക്ഷിതാവിനെ ആവശ്യമാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരികയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ സ്നാനപ്പെട്ടവരായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് സ്നാനം നൽകി കാണും. നിങ്ങൾ ഏതുദ്ദേശത്തോടാണ് വന്നതെന്ന് അവർക്ക് ശരിയായിട്ട് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും. അതുകൂടാതെ ഈ കാലങ്ങളിൽ കൂടുതലായി അനുഗ്രഹത്തിൻ്റെ സുവിശേഷവും കഷ്ടതകളിൽ നിന്നുള്ള വിടുതലിൻ്റെ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ ആ വിടുതലിനു വേണ്ടി അനേകരെ മുൻപോട്ട് കടന്നു വന്നിരിക്കാം. യേശു വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, അങ്ങനെയും ഇരിക്കാം. എന്നാൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. ഞാൻ കോട്ടയത്ത് ഒരു കർത്താവിൻ്റെ ദാസൻ്റെ കാര്യം ഇന്ന് പകൽ പറഞ്ഞിരുന്നു. അതുകൂടാതെ വടക്കേ ഇന്ത്യയിൽ ജമ്മു പട്ടണത്തിൽ ഞങ്ങളുടെ ജമ്മു പട്ടണത്തിൽ പല സഭകളുണ്ട്. അതിൽ ഒരു സഭയിലെ ശുശ്രൂഷൻ പാസ്റ്റർ ഷോക്കത്ത് പീറ്ററിൻ്റെ മകൾ, അവളുടെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ജമ്മുവിൽ ഞങ്ങൾ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 73 പേരെ സ്നാനപ്പെടുവാനായി മുൻപോട്ട് വന്നു. ഞാൻ അവർക്കെല്ലാം സ്നാനപ്പെടുവാനായിട്ടുള്ള ബൈബിൾ ക്ലാസ് കൊടുത്തു. തവി നദിയിൽ കർത്താവിൻ്റെ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവരെ സ്നാനപ്പെടുത്തണം. 5 കർത്താവിൻ്റെ ദാസന്മാരോട് നിങ്ങൾ പോയി സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ തവി നദിയിലെ വെള്ളം പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്ന് അവർ സ്നാനപ്പെടുത്താനായി ചെന്നപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 5 കർത്താവിൻ്റെ ദാസന്മാർക്ക് നീന്തൽ അറിയാൻ വയ്യാവുന്നതുകൊണ്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരല്പം ഭയമുണ്ടായി. അപ്പോൾ എന്നെ വിവരം അറിയിച്ച ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ സ്നാനപ്പെടുത്താം. അപ്പോൾ അവർ എല്ലാവരും ലൈനായിട്ട് നിന്നു. എനിക്ക് വെള്ളത്തിൽ നീന്തൊക്കെ അറിയാമെന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം 1 മാസത്തിന് ശേഷം ഞാൻ രക്ഷയുടെ സുവിശേഷവും സ്നാനത്തെക്കുറിച്ചും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്ററുടെ മകൾ പറഞ്ഞു, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടാതാണല്ലോ സ്നാനമേറ്റത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് നിന്നെ സ്നാനപ്പെടുത്തിയത്? ഉടനെ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ തന്നെയാണ് സ്നാനപ്പെടുത്തിയതെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു പറഞ്ഞു. അന്ന് എല്ലാവരും 73 പേര് സ്നാനപ്പെടാൻ പോയപ്പോൾ 72 സ്നാനപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ സ്നാനപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു, അവൾക്ക് 18-19 വയസ്സുണ്ട്, ഇത് നല്ല സൗകര്യമാണ്, നീ സ്നാനപ്പെട്ടോ, നിനക്ക് വല്ല വിവാഹാലോചനയൊക്കെ വന്നാൽ നീ സ്നാനപ്പെട്ടതാണ് പറയാമല്ലോ, അതുകൊണ്ട് നീ അങ്ങ് സ്നാനപ്പെട്ടു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാനും അവരുടെ കൂടെ പോയി സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരി, പാസ്റ്ററുടെ മകളാണ്, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഒന്നാമതായി നീ രക്ഷിക്കപ്പെടണം, നിൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റു പറയണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ സഹോദരി രക്ഷിക്കപ്പെട്ടു. ഞാൻ തന്നെ ആ സഹോദരിയെ തവി നദിയിൽ സ്നാനപ്പെടുത്തി. സ്നാനം 2 സ്നാനം 1 ഉള്ളൂ. അതെപ്പോഴാണ് സ്നാനപ്പെടണം? മരിച്ചതിന് ശേഷം കുഴിച്ചിടപ്പെടണം. ഞാൻ പാപത്തിനു വേണ്ടി മരിച്ചു. സ്നാനത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും അറിഞ്ഞില്ല എങ്കിലും ഞാൻ പാപത്തിനു വേണ്ടി മരിച്ചിരിക്കുന്നു. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ കുഴിച്ചിടുവാൻ പോകുന്നു, ഞാൻ യേശുവിനെ ധരിക്കാൻ പോകുന്നു എന്നുള്ളതായ ബേസിക് സ്നാനത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും അറിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെ ഒരനുഭവത്തിലേക്ക് വരണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, വാസ്തവമായി രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും സ്നാനപ്പെടുകയോ വീണ്ടും മാനസാന്തരപ്പെടുകയോ ആവശ്യമില്ല. കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ്, കർത്താവേ,
അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപമോഹങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവമക്കളാകുന്ന നമ്മിൽ തെറ്റുകൾ വരും. തെറ്റുകൾ വരുമ്പോൾ കർത്താവേ, എന്നിൽ തെറ്റു വന്നു, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു. 2-3 എത്രയും ശുദ്ധിയുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്, അഴുക്കില്ലാത്തടത്താണ് നോക്കിയിരിക്കുന്നത്. എന്നാലും 3-4 ദിവസം കഴിയുമ്പോൾ ഈ വസ്ത്രം വീണ്ടും കഴുകിയേ മതിയാകുകയുള്ളൂ. കാരണം ഈ അന്തരീക്ഷം മുഴുവനും പൊടികൊണ്ട് നിറഞ്ഞതാണ്. അതുപോലെ പാപം നിറഞ്ഞതായി ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മിൽ പാപത്തിൻ്റേതായ അംശങ്ങൾ വന്നു ചേരാറുണ്ട്. അതിന് വീണ്ടും സ്നാനപ്പെടുകയോ വീണ്ടും പുതുതായി കർത്താവെ നീ ഉള്ളിൽ വരണമെന്നോ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. കർത്താവെ, എന്നിൽ തെറ്റു വന്നു, എൻ്റെ ജഡിക മനുഷ്യൻ ഉയർന്നു, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും വീണ്ടും പാപം ചെയ്യുന്നതിൽ രസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, പാപത്തിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങളിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പരസ്യമായി പറയണമെന്ന് എന്നോട് കൽപ്പിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളെ ആര് സ്നാനപ്പെടുത്തിയാലും എന്തെല്ലാം നടന്നാലും നിങ്ങൾ വാസ്തവമായി പാപത്തിൽ ഇപ്പോഴും സന്തോഷിക്കുന്നു എങ്കിൽ ദൈവവചനമാകുന്ന വിത്ത് നിങ്ങളിൽ വന്നിട്ടില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കർത്താവ് വരുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ പോകയില്ല, നരകത്തിലേ പോകയുള്ളൂ. അത് നിങ്ങൾക്ക് നല്ലവണ്ണം ഉറച്ചുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയുന്നില്ല, കാരണം അവൻ്റെ വിത്ത് അവനിലിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവജനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ, പാപത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി അനുതപിച്ച് കർത്താവേ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്താണ് പൗലോസ് പറയും, നിങ്ങൾക്ക് പ്രയോജനമായതൊന്നും മറച്ചു വച്ചിട്ടില്ല. നിങ്ങളോട് ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ സ്നാനപ്പെട്ട ആളാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കാഹളം തുനിക്കുമ്പോൾ, കർത്താവിൻ്റെ സഭ എടുത്തുള്ളപ്പെടുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നീ വിടപ്പെട്ടു പോകും, നീ എടുത്തുള്ളപ്പെടുകയില്ല. അതുകൊണ്ട് ഈ കാലത്ത് വേറെ ആത്മാവും അന്യഭാഷ പറയുന്ന ഒരുപാട് ആത്മാക്കളും വരുന്നുണ്ട്. അന്യഭാഷ പറയുന്ന ആത്മാവല്ല, പരിശുദ്ധാത്മാവ്, അഗ്നിയോടുകൂടിയ പരിശുദ്ധാത്മാവ്. അഗ്നിയും കർത്താവായ യോഹന്നാനെക്കുറിച്ച് കർത്താവ് പറയുന്നു, യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോൾ ആദ്യമായി വരുന്നത് അഗ്നിയാണ്. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, അഗ്നി പോലെ നാവുപോലെ പിളർന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആദ്യം അഗ്നി വന്ന് നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ ദഹിപ്പിച്ച് ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിപ്പാനിടയാകും. എന്നാൽ പലരും ഇന്ന് അന്യഭാഷയിൽ സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി ഫിലിം പാട്ടും പാടും, ഫിലിം സോങ്സും പാടും. അത് യഥാർത്ഥ ആത്മാവല്ല, വേറൊരാത്മാവാണ്. എങ്ങനെയെങ്കിലും അന്യഭാഷ പറഞ്ഞാൽ പോരാ. എത്ര ഭൂതങ്ങൾ അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂതങ്ങൾ അന്യഭാഷ പറയും. അങ്ങനെയല്ല. യഥാർത്ഥ ആത്മാവ് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ ആ തെറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നു. കാരണം പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുന്നതാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റ് പ്രാപിച്ച്
അല്ലെങ്കിൽ വേറൊരാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് പാപബോധമുണ്ടാകുന്നില്ല എങ്കിൽ, ഒരു കള്ളം പറയുമ്പോൾ അയ്യോ ഞാൻ കള്ളം പറഞ്ഞല്ലോ എന്നുള്ള കുറ്റബോധം ഉണ്ടാകുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു, അയ്യോ ഞാൻ ടിക്കറ്റ് എടുത്താതാണല്ലോ യാത്ര ചെയ്തത്, ട്രെയിനിലാണ് യാത്ര ചെയ്തത്, ആ കുറ്റബോധം വരുന്നില്ല എങ്കിൽ നിങ്ങളിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. നിങ്ങളിലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ട് അന്യഭാഷ പറയുന്നവർ അടയാളമല്ല. അന്യഭാഷയിൽ ആത്മാവിൻ്റെ അഗ്നിയുടെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ജഡീയ സ്വഭാവങ്ങളെല്ലാം ദഹിക്കുവാൻ ഇടയാവും. അപ്പോൾ നിങ്ങൾ പാപം ചെയ്യുകയില്ല, തെറ്റ് നിങ്ങൾ വരികയില്ല എന്നല്ല. എല്ലാവരും ശ്രദ്ധിക്കണം, എന്നിലും തെറ്റ് വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായി വീണ്ടും ജനിച്ച ഒരാളിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അകത്തെ മനുഷ്യൻ പറയും, നീ ചെയ്തു തെറ്റ്, ശുദ്ധീകരണം പ്രാപിക്കുക, കൂട്ടുകാരനോട് ശുദ്ധീകരണം പ്രാപിക്കുക. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾ കുറ്റം ചെയ്താൽ മറ്റുള്ളവർ 10 പേര് കൂടി നീ ചെയ്തു എന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കുകയില്ല. കാരണം അവരുടെ മനസാക്ഷി അത് തഴമ്പിച്ചു പോയതാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രത്യേകമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇന്ന് നിങ്ങളോട് പറയുവാനിടയായത്. എല്ലാവരും ആ കാര്യം ഓർമ്മയിൽ വയ്ക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 32:23 നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 32 അധ്യായം 23 വാക്യം. നമ്പേഴ്സ് 32:23. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. മൈക്ക് ഒന്നുകൂടെ താത്ത് വെച്ച് വായിക്കാം, അപ്പോഴവർക്ക് ശബ്ദം ക്ലിയർ ആവും. ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ മക്കൾക്കായി, ദാസിദാസന്മാർക്കായി, പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. റോഡിൽ നിന്നുകൊണ്ടും കടകളിൽ നിന്നുകൊണ്ടും വഴിയാത്രയിൽ ഇരുന്നു കൊണ്ടും കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ ശബ്ദം കേൾക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. നിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും തൃപ്തി പ്രാപിപ്പാൻ, സന്തോഷം പ്രാപിപ്പാൻ ഇടയാക്കണമേ. നിൻ്റെ വചനത്തെ തടയുന്ന, യേശുവിൻ്റെ വചനത്തെ തടയുന്ന അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയും ഓരോ ഹൃദയങ്ങളെ വിട്ടുപോകുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. But if you will not do so, behold, you have sinned against the Lord, and be sure your sin will find you out. അതിൻ്റെ ശരിയായ തർജ്ജമയിൽ വരുമ്പോൾ നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കും. പാപം ചെയ്യുമ്പോൾ ജഡത്തിന്, ശരീരത്തിന് വളരെ സന്തോഷം തോന്നുന്നു എങ്കിലും പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം ഓർത്തിരിക്കേണ്ടത് ഈ പാപം ഒരിക്കൽ വന്ന് നമ്മെ പിടിക്കും. നിൻ്റെ പാപം നിന്നെ പിടിക്കും, നിൻ്റെ പാപഫലം നീ അനുഭവിക്കും. സഭാപ്രസംഗി 8:11 വായിച്ചാട്ട്. സഭാപ്രസംഗി 8:11. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഉദാഹരണമായി, ഒരാൾ കൈക്കൂലി വാങ്ങുന്നു. ആരും ആ കൈക്കൂലി വാങ്ങിയത് കണ്ടുപിടിച്ചില്ല, അത് വെളിപ്പെട്ടില്ല. വീണ്ടും കൈക്കൂലി വാങ്ങുവാനായി ധൈര്യപ്പെടുന്നു. പാലിനകത്ത് വെള്ളം ചേർക്കുന്നു, ആരും പിടിച്ചില്ല. വീണ്ടും പാലിനകത്ത് വെള്ളം ചേർക്കാൻ തുടങ്ങും. കള്ളക്കണക്കെഴുതി, ആരും പിടിച്ചില്ല. വീണ്ടും കള്ളക്കണക്കെഴുതുവാൻ ധൈര്യപ്പെടുന്നു. പോക്കറ്റടി നടത്തി, ആരും പിടിച്ചില്ല. വീണ്ടും പോക്കറ്റടി നടത്തുവാൻ ധൈര്യപ്പെടുന്നു. വ്യഭിചാരം ചെയ്തു, ആരും പിടിച്ചില്ല. വീണ്ടും വ്യഭിചാരം ചെയ്യുവാനായി ധൈര്യപ്പെടുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യൻ വീണ്ടും ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ പെട്ടെന്ന് ശിക്ഷിക്കാത്തതിൻ്റെ കാരണം
വീണ്ടും വീണ്ടും അവസരം നൽകുകയാണ്. ഒരു പ്രാവശ്യം കൈക്കൂലി വാങ്ങി, ഒരു പ്രാവശ്യം പോക്കറ്റടിച്ചു, ഒരു പ്രാവശ്യം വ്യഭിചാരം ചെയ്തു. അപ്പോൾ ആരും കണ്ടില്ല എന്നോർക്കരുത്. ദൈവം സ്നേഹവാനായ പിതാവാകയാൽ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനായ ദൈവമാകയാൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് അവസരം തരികയാണ്. പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു, പണം മോഷ്ടിച്ചു, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ദൈവം അവസരം തരികയാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ പാപപ്രവൃത്തി കണ്ടില്ല എന്ന് ചിന്തിക്കരുത്. യെരമ്യാവിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിച്ചാട്ട്. യെരമ്യാവ് 16:17. എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെ മേലും വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നതില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് മുൻപിൽ ഗുപ്തമായിരിക്കുന്നതുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഇരുന്നു കൊണ്ടും റോഡിലിരുന്നു കൊണ്ടും കടകളിലിരുന്നു കൊണ്ടും കേൾക്കുന്നവരെ, നിങ്ങൾ ആദ്യം ചെയ്ത തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ദൈവം കണ്ടില്ല എന്ന് ചിന്തിക്കരുത്. പോക്കറ്റടിച്ചു, ആരും പിടിച്ചില്ല, അതുകൊണ്ട് ദൈവം കണ്ടില്ല എന്ന് ചിന്തിക്കരുത്. വ്യഭിചാരം ചെയ്തു, ആരും കണ്ടില്ല, അതുകൊണ്ട് ദൈവം കണ്ടില്ല എന്ന് ചിന്തിക്കരുത്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം പറയുന്നത്, എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. എസെക്കിയേൽ 11:5 കൂടെ വായിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 11:5 കൂടെ വായിച്ചാട്ടെ. അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണ് എന്നോട് കൽപ്പിച്ചത്, നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നിത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. ഇവിടെ ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. നമ്മുടെ സകല വഴികളും നമ്മുടെ ദൈവം അറിയുന്നു. അതുകൂടാതെ നമ്മൾ പറയുന്ന സകല കാര്യങ്ങളും അവൻ കേൾക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വരെയും അറിയുന്നവനായ വലിയവനായ ദൈവമാണ് സർവശക്തനായ ദൈവം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാവരുടെയും പിതാവ്, നമ്മുടെ എല്ലാവരുടെയും ദൈവം ഈ സകല കാര്യങ്ങളും, നമ്മുടെ വഴികളെല്ലാം അവൻ അറിയുന്നു. നമ്മൾ ചിന്തിക്കുന്നത് അവൻ അറിയുന്നു, നമ്മൾ പറയുന്നതും അവൻ അറിയുന്നു. ആ ദൈവം എന്താണ് ചെയ്യുന്നത്? സഭാപ്രസംഗി 12:14 വായിച്ചാട്ട്. സഭാപ്രസംഗി എക്ലീസിയാസ് ചാപ്റ്റർ 12:14, 12:14 വായിച്ചാട്ട്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയമുള്ളവരെ, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. നമ്മുടെ പാപം പെട്ടെന്ന് പിടിച്ച് നമ്മളെ ശിക്ഷിച്ചില്ല. നമ്മുടെ വഴികളെല്ലാം ദൈവം അറിയുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അവൻ അറിയുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അറിയുന്നു. വീണ്ടും വീണ്ടും നമ്മൾക്ക് അവസരം തരുന്നു. എന്നിട്ടൊടുവിൽ പറയുകയാണ്, നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമല്ലോ. പ്രിയ ദൈവജനമേ, പാലായിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ അറിയിക്കുന്നത്, ഒരു ന്യായവിധി ദിവസം വരുന്നുണ്ട്. സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നു. അതിനുവേണ്ടി ദൈവം എങ്ങനെയാണ് മനുഷ്യരെ ഒരുക്കുന്നത്?
സങ്കീർത്തനം 90:3 വായിച്ചാട്ട്. സാംസ് 90:3. സങ്കീർത്തനം 90:3. സാം 90:3. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിപ്പോകുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. ഈ വലിയവനായ ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം നശിച്ചു പോകും. മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണോട് ചേർന്ന് പോകും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ഒരാത്മാവും പ്രാണനും എന്നിലും നിങ്ങളിലുമുണ്ട്. മരിച്ച ആളിനെ നാം ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ശവസംസ്കാരം ചെയ്യുകയോ ചെയ്തു ശരീരം നശിച്ചു പോകുന്നുവെങ്കിലും ആത്മാവും പ്രാണനും ഒരിക്കലും നശിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവം തൻ്റെ സമയത്ത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുവാൻ പോകുകയാണ്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുമ്പോൾ നാം എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നേ മതിയാകുള്ളൂ. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 15 വരെ വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പാലായിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനം മുൻപിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവർ ആബാലവൃത്തം, ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചവരായ എല്ലാവരും, ഇന്ത്യക്കാരും ചൈനക്കാരും അമേരിക്കക്കാരും എല്ലാവരും മതവ്യത്യാസമന്യേ എല്ലാവരും അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ വോട്ട് മേടിക്കാനോ പണം പിരിക്കാനോ നിങ്ങളെ മതം മാറ്റാനോ അല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള പ്രിയ സഹോദരന്മാർ അവരാരും വലിയ ആദായമുള്ളവരല്ല, വലിയ ജോലി ചെയ്യുന്നവരല്ല. അവർക്ക് എങ്ങും വലുതായ വരുമാനവും എങ്ങൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അവർ നിരൂപിച്ചു വെച്ച് ആണ് ഈ യോഗം ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? വല്ലവിധേനയും പാലായി പട്ടണത്തിൽ പാർക്കുന്നവർ സുവിശേഷം കേൾക്കട്ടെ, അവർ നരകത്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ, അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി കാണട്ടെ എന്ന് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ്. ഈ യോഗം നടത്തുന്നതിന് മുൻപ് അവർ എത്ര ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ,
പാലായിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ സ്നേഹിക്കുന്നുവല്ലോ. ഇവരെ നീ വിടുവിക്കണമേ. ഇവരറിയാതെ ചെയ്തു പോയ തെറ്റുകളെ ക്ഷമിക്കണമേ. നിങ്ങളോട് ഓരോരുത്തരോടും വൈരാഗ്യം കാണിക്കുവാനോ നിങ്ങളുടെ മതത്തെ താഴ്ത്തിക്കെട്ടുവാനോ അല്ല, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സത്യാവസ്ഥ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. ആ സത്യാവസ്ഥ എന്താണ്? ഒരു ന്യായവിധി ദിവസം വരുന്നു. വലിയവരും ചെറിയവരുമായ എല്ലാവരും വലിയവനായ ദൈവത്തിൻ്റെ സിംഹാസനം മുൻപാകെ നിന്നേ മതിയാകുള്ളൂ. നാം അങ്ങനെ ദൈവത്തിൻ്റെ സിംഹാസനം മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കെതിരായി സാക്ഷികളെ ദൈവം വിളിക്കും. ഒരു കോടതിയിൽ നിൽക്കുമ്പോൾ തെറ്റ് ചെയ്തവന് വിരോധമായി ജഡ്ജി പറയും, സാക്ഷികൾ വരട്ടെ. അപ്പോൾ നമ്മൾക്കെതിരായി വരുന്ന സാക്ഷികൾ ആരെല്ലാമാണ്? യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 27, എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിലുള്ളവർക്കും വിരോധമായി വരുന്ന സാക്ഷികൾ ആരാണ്? ജോബ് 20:27, യോബ് 20:27. ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും, ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. ആകാശം അവൻ്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും, ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. പ്രിയമുള്ളവരെ, നമുക്കെതിരായി ദൈവം വിളിക്കുന്ന രണ്ട് സാക്ഷികൾ, ഒന്ന് ആകാശം, ഒന്ന് ഭൂമി. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. കാള തൻ്റെ ഉടവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്നാൽ മനുഷ്യർ തങ്ങളെ സൃഷ്ടിതാവിനെ തിരിച്ചറിയുന്നില്ല. നമ്മുടെ പാപത്തിനെതിരായി ദൈവം വിളിക്കുന്നത് പക്ഷപാതം കൂടാതെ സാക്ഷി പറയുന്നവർ ആകാശത്തെയും ഭൂമിയെയുമാണ്. ആകാശത്ത് നിന്ന് മഴ വരുമ്പോൾ ഏത് മതത്തിലുള്ളവരാണ്, ദൈവത്തെ അറിയുന്നവരാണോ അറിയാത്തവരാണോ, ഭക്തിയുള്ളവരാണോ അല്ലയോ, ദൈവത്തിനോട് മോശമായി സംസാരിക്കുന്നവരാണോ എന്ന് നോക്കാതെ പക്ഷപാതം കൂടാതെ എല്ലാവരുടെ മേലും മഴ വരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ പക്ഷപാതം കൂടാതെ എല്ലാവരുടെ മേലും പ്രകാശം വരുന്നു. അതുപോലെ ഭൂമി പക്ഷപാതമുള്ളതല്ല. ആര് എന്ത് വിതച്ചാലും അത് കൊയ്യുന്നു. അത് ഏത് മതത്തിലുള്ളവരാലും ദൈവത്തിനെതിരായി സംസാരിക്കുന്നവരായാലും അവര് വിതയ്ക്കുന്നത് കൊയ്യുന്നു. അതുകൊണ്ട് ദൈവം പക്ഷപാതം കൂടാതെ പറയുന്ന സാക്ഷി പറയുന്ന രണ്ട് സാക്ഷികളെയാണ് മനുഷ്യർക്കെതിരായി തങ്ങളുടെ പാപത്തിന് ക്ഷമ പ്രാപിക്കാത്തവർക്കെതിരായി നിർത്തുവാൻ പോകുന്നത്. ഒന്ന് ആകാശം, ഒന്ന് ഭൂമി. അവിടെ ആരുടെയും ശുപാർശ നടക്കയില്ല, അവിടെ ആരുടെയും കൈക്കൂലി നടക്കയില്ല. ആകാശം വന്ന് നിനക്കെതിരായി നീ പരസ്യമായി ചെയ്ത പാപത്തിനെതിരായി പറയും, ഇന്ന ദിവസം നീ പാപം ചെയ്തു. ഭൂമി നമുക്കെതിരായി പറയും. അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ ഇരുന്ന് പാപം ചെയ്തതാണെങ്കിൽ അതിനെക്കുറിച്ചും ഹബക്കുക്ക് 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിച്ചാട്ട്. ഹബക്കുക്ക് 2:11, ഹബക്കുക്ക് chapter 2 verse 11 വായിച്ചാട്ട്. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് വായിച്ചു, മൈക്ക് തുറച്ച് താത്ത് വെച്ചിട്ട്. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും, മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഈ പ്രസംഗം കഴിഞ്ഞ ശേഷം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുകയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ബുദ്ധിക്കനുസരിച്ച് ഈ വീഡിയോ റെക്കോർഡിങ് നടക്കുന്നു. സർവബുദ്ധിയുടെയും തികവുള്ളവനായ ദൈവം നാം രഹസ്യമായി ചെയ്ത പാപത്തിനു വേണ്ടി ഭിത്തിയിലിരിക്കുന്ന ഇഷ്ടികയോട് പറയും, ഇവൻ്റെ കാര്യമെല്ലാം ഒന്ന് ഓർപ്പിക്കാൻ പറയും. ഇഷ്ടിക വന്ന് നമ്മുടെ പാപങ്ങളെ ഓരോന്നായി പറയും. അതുപോലെ മരപ്പണി കതക്
അതുപോലെ തുലാം, അതും വന്ന് സാക്ഷി പറയും. ആകാശം നമ്മൾക്കെതിരായി വരുന്നു, ഭൂമി നമ്മൾക്കെതിരായി വരുന്നു, മുറിക്കകത്ത് ചെയ്ത രഹസ്യ പാപങ്ങൾ, അതിനെക്കുറിച്ച് കല്ല് വന്ന് സാക്ഷ്യം പറയുന്നു. അതുപോലെ ഇഷ്ടിക സാക്ഷ്യം പറയുന്നു, മരപ്പണി വന്ന് പറയുന്നു. അതുകൂടാതെ വെളിപ്പാട് പുസ്തകം 20:12 ഒന്നുകൂടെ വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 20:12. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, അന്നത്തെ കാലത്ത് ഈ വീഡിയോയൊന്നുമുള്ള കാലമല്ല. അപ്പോൾ അന്ന് മനസ്സിലാകുന്ന നിലയിൽ എഴുതിയിരിക്കുകയാണ്, പുസ്തകങ്ങൾ തുറന്നു. അതിലൊരു പുസ്തകമാണ് നമ്മുടെ ഓർമ്മ പുസ്തകം. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും ദൈവത്താൽ ഫിറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് നടക്കുന്നത്. ദൈവം നിങ്ങളുടെ ഓർമ്മ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ ഉദ്ദേശത്തോടുകൂടെ വെളിപ്പെടുത്തി വരും. ഈ വീഡിയോയിൽ ഏതെങ്കിലും റെക്കോർഡ് ചെയ്താൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങളുടെ ഓർമ്മ പുസ്തകം തുറന്നു കഴിയുമ്പോൾ ആ വീടിൻ്റെ മുൻപിൽ എന്തുദ്ദേശത്തോടുകൂടെയാണ് നിന്നിരുന്നത്, ഇന്നാരോട് സംസാരിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇതെല്ലാം വെളിപ്പെടും. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത് ഒരു സ്വപ്നമല്ലല്ലോ, യാഥാർത്ഥ്യമാണല്ലോ. അതുപോലെ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഹാളിൽ ഇരിക്കുന്നവരോടും വെളിയിൽ നിന്ന് കേൾക്കുന്നവരോടും ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധി സിംഹാസനത്തിൽ എല്ലാവരും നിന്നെ മതിയാകുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും കണക്ക് വെളിപ്പെടും. ആകാശം വന്ന് നമുക്കെതിരായി സാക്ഷി പറയും, ഭൂമി വന്ന് നമുക്കെതിരായി സാക്ഷി പറയും, മുറിക്കകത്തുള്ള ഇഷ്ടിക വന്ന് സാക്ഷി പറയും, മരപ്പണികൾ സാക്ഷി പറയും. അതുമില്ലാതെ നമ്മുടെ ഓർമ്മ വന്ന് നമ്മൾക്ക് സാക്ഷ്യം പറയും. റോമാലേഖനം 6:23 വായിച്ചാട്ട്. റോമാലേഖനം 6:23. റോമൻസ് 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണം. ഇവിടെ ഈ മരണമെന്ന് പറയുന്നത് ഈ ശാരീരിക മരണത്തെക്കുറിച്ചല്ല. ഈ ശാരീരിക മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുമ്പോൾ സ്ലീപ്പ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മരണം എന്ന് പറയുന്നത് ഒരു എക്സിറ്റാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വെളിയിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ, അതാണ് മരണം. ഉദാഹരണമായി റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വെളിയിൽ പോകുന്ന പുറത്തേക്കുള്ള വഴി എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ മരണമാകുന്ന എക്സിറ്റിൽ കൂടെ നമ്മുടെ ആത്മാവും പ്രാണനും ഈ ശരീരത്തിൽ നിന്ന് യാത്ര പറയും. അത് കഴിഞ്ഞത് എങ്ങോട്ടാ പോകുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ എക്സിറ്റിൽ കൂടെ പോയി ചിലർ കാറിൽ അവരുടെ വീട്ടിലേക്ക് പോകും, ചിലർ നടന്നു പോകും, ചിലർ വേറെ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അതുപോലെ പ്രിയ സഹോദര സഹോദരി, മരണം മൂലം നിന്റെ ആത്മാവും പ്രാണനും നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിച്ചവരാണെങ്കിൽ അവരുടെ ആത്മാവും പ്രാണനും സ്വർഗത്തിലേക്ക്, സ്വർഗീയ പർദീസായിലേക്ക് പോകും. അല്ല, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ, പാപത്തിൻ്റെ ക്ഷമ ലഭിച്ചില്ല എങ്കിൽ എന്നേക്കും കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന ആ സ്ഥലത്തേക്ക് പോകും. അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെ ശാന്തമായി വ്യക്തമായി വായിച്ചാലും, ലൂക്കോസിൻ്റെ സുവിശേഷം 16-19 മുതൽ 31 വരെ വായിച്ചാൽ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച
ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് ഇത് ഉപമയായിട്ടല്ല പറഞ്ഞത്. പലരും ഇത് ഉപമയെന്നാണ് ചിന്തിക്കുന്നത്. എവിടെയെല്ലാം ഉപമ പറഞ്ഞിട്ടുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഉപമയായിട്ട് പറഞ്ഞു. ഇവിടെ പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ തൂമ്പ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ളൊരു ദരിദ്രൻ ദ്രവണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ഇത് സംഭവകഥയാണ്. കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, ആ ധനവാനായ മനുഷ്യൻ മരിച്ചു. എല്ലാവരും കൂടി അവൻ്റെ പേരൊക്കെ പറഞ്ഞവനെ പുകഴ്ത്തി, വലിയവനായിരുന്നു, നമ്മൾക്ക് ഇന്നതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്തി അവനെ സംസ്കരിച്ചു. എന്നാൽ അവൻ്റെ ആത്മാവും പ്രാണനും യാതനാ സ്ഥലത്തേക്ക് പോകുവാനിടയായി. എന്നാൽ പാവപ്പെട്ടതായ ലാസർ ദൈവഭയത്തോടുകൂടെ ജീവിക്കുന്നവനാകയാൽ അവൻ്റെ മനസാക്ഷി അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചതിനാൽ അവൻ്റെ ആത്മാവും പ്രാണനും ഈ ഭൂമിക്കുള്ളിൽ തന്നെ അപ്പോൾ ഉണ്ടായിരുന്ന പർദീസായിലേക്ക് വിശ്രമസ്ഥലത്തേക്ക് പോയി. അതിന് അബ്രഹാമിൻ്റെ മടി എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. അത് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുവാൻ കാരണം, ദുഃഖിതരായി വിശ്രമിക്കുന്ന പിതാവിൻ്റെ മടി. അബ്രഹാമിനെ ഇസ്രായേൽ മക്കൾ പിതാവ് എന്ന് കരുതിയിരുന്നത് കൊണ്ടാണ് അതിന് അബ്രഹാമിൻ്റെ മടി, അബ്രഹാം എന്ന പേരവിടെ വരുവാൻ കാരണം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആ വിശുദ്ധന്മാർ വിശ്രമിച്ച സ്ഥലം സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനിടയായി. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളെ അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ച് പറയുന്നതാണ്. എന്നാൽ മറ്റുള്ള സകലരും മനസാക്ഷി ദൈവം ന്യായവിധി അയക്കുവാനായി, ദൈവം മനുഷ്യരെ നടത്തുവാനായി ഓരോരുത്തർക്കും മനസാക്ഷി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ന്യായപ്രമാണം ഓരോരോ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ജീവിക്കാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചവരെല്ലാവരും ഈ പാലായിൽ ജീവിച്ച് സുഖിച്ച് ദൈവത്തെ അറിയാതെ കടന്നുപോയ എല്ലാവരും ഇപ്പോൾ ആ യാതനാ സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ചോദിക്കും, ഇതിനെന്തെങ്കിലും സയൻറ്റിഫിക്കൽ പ്രൂഫുണ്ടോ? നിങ്ങൾ ചിലർ അറിഞ്ഞു കാണും, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് USSR, യൂണിയൻ സോവിയറ്റ് സോഷ്യൽ റിപ്പബ്ലിക് ഉള്ളപ്പോൾ ക്രൂഷ്ചേവ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ
അപ്പോൾ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടെ അവിടെ കൂടി ഈ മഞ്ഞ് നിറഞ്ഞ മഞ്ഞുകെട്ടകടത്ത് ഇവിടെ എന്തിനാ പിളർപ്പുണ്ടായത് അവർ കീഴ്പോട്ട് കുഴിച്ച് അതിൻ്റെ കാര്യം മനസ്സിലാക്കുവാനായി ശ്രമിച്ചു. അവർ മെഷീനുകൾ ഉപയോഗിച്ച് കംപ്രസർ ഉപയോഗിച്ച് കുഴിക്കുവാനായി തുടങ്ങി. വളരെ താഴെയോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഴിച്ചുകൊണ്ടിരുന്നതായ മെഷീനുകളെല്ലാം പെട്ടെന്ന് കീഴ്പോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ഏതൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ അനേകർ കരയുന്ന ശബ്ദമാണ് കേട്ടത്. അത് കേട്ടപ്പോൾ അവർക്ക് വളരെ എന്താണെന്നറിയാനായി അവർ പ്രത്യേക മൈക്രോഫോൺ അവർ ക്രമീകരിച്ച് അതിലേക്ക് ഇറക്കി വിട്ടപ്പോൾ മനുഷ്യരുടെ ശബ്ദം പോലെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഭയങ്കര ശബ്ദമാണ് കേട്ടത്. അത് കേട്ടപ്പോൾ ആ സയൻറ്റിസ്റ്റിൽ 2-3 പേർ മയങ്ങി വീഴുവാനിടയായി. എന്നാൽ ആ സമയത്ത് ക്രൂഷ്ചേവ് എല്ലാം ദൈവമില്ല എന്ന് പറയുന്നവരാണ്. ഉടനെ അവരെന്ത് ചെയ്തു? ആ സ്ഥലം മുഴുവനും സീൽ ചെയ്തു. ആ സയൻറ്റിസ്റ്റിനോട് പറഞ്ഞു, നിങ്ങളൊന്നും പറയരുത്. 2 മാസം കഴിഞ്ഞ് അതിൽ 2 പേര് യൂറോപ്പിൽ വന്നിട്ട് ഈ കാര്യം പറയുവാനും പേപ്പറുകൾ പരസ്യമാകുവാനും ഇടയായി. ഇത് സയൻറ്റിഫിക്കലായി മനസ്സിലാക്കിയ കാര്യമാണ്. എന്നാൽ കർത്താവ് എഴുതിയിരിക്കുന്ന വചനത്തിന് സയൻറ്റിഫിക്കൽ പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വാസ്തവമായിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയുടെ അടിയിൽ ഇതിൻ്റെ മധ്യത്തിൽ കോടിക്കണക്കിന് ആത്മാക്കൾ ഇന്ന് തീക്കകത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെയും തങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് നല്ലതായി ജീവിക്കാതെയും വ്യവസ്ഥയനുസരിച്ച് ജീവിക്കാതെ ഇരുന്നവരുടെ എല്ലാവരുടെയും ആത്മാക്കൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഉടനെ തന്നെ മരണദൂതൻ അവരെ പിടിച്ച് അവിടെ കൊണ്ടാക്കും. അതുകൊണ്ടാണ് മരിക്കുമ്പോഴെല്ലാവരും കരയുന്നത്, അയ്യോ 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 എന്ന് വിളിക്കുന്നത്. കാരണം ഞാൻ പല ആളുകളുടെ മരണ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, അവരുടെ അടുക്കൽ ഉണ്ടായിട്ടുണ്ട്. ചിലർ വലിയ അലറിക്കരഞ്ഞു പോകുന്നു. എന്നാൽ ചിലർ മരിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടെ ഇതാ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നു. അങ്ങനെ സന്തോഷത്തോടെ പോകുന്നവരാരാണ്? തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിത്യജീവനെ പ്രാപിച്ചവർ. അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്ന ഒരു പ്രമോഷനാണ്, അവർക്കൊരു ദുഃഖമല്ല. അവർ പറയും, മക്കളെ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുകയാണ്. എന്നാൽ ആ ഉറപ്പ് ലഭിക്കാത്തവരാണ് അയ്യോ അയ്യോ എന്നെ എങ്ങനെയെങ്കിലും വിടുവിക്കണമേ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നരകമെന്നുള്ളത് സത്യമാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മുൻപോട്ട് പോയിക്കൊള്ളുക. കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെന്ന് ചേരും. എന്നാൽ നിങ്ങൾ ആ നരകത്തിയിൽ പോകരുതേ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ മാത്രമാണ് ഈ യോഗം ഇവിടെ നടത്തുന്നത്. ഈ യോഗം നടത്തുന്നത് പണം പിരിക്കാനല്ല, ഒരു സഭ ഞങ്ങളുടെ പേരിൽ ഉണ്ടാക്കാനല്ല. വല്ല വിധത്തിലും പാലായിലുള്ള പ്രിയപ്പെട്ടവർ എന്നോട് തൃശ്ശൂരിലും മറ്റു സ്ഥലത്ത് യോഗം നടത്തുമ്പോൾ പറഞ്ഞു, പാലായിക്ക് വേണ്ടി ഒരു അവസരം തരണമേ, പാലായിക്ക് വേണ്ടി ഒരു അവസരം തരിയില്ലയോ? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നു, പാലായിലും പോയി സുവിശേഷം അറിയിക്കണം. ഞാൻ ലോകം, ചൈന, ഇന്ത്യ, ഫിലിപ്പീൻസ്, അതുപോലെ ഗൾഫ് കൺട്രീസ്, അമേരിക്ക, കാനഡ, എവിടെയെല്ലാം കർത്താവിനെ അയക്കുന്നുവോ അവിടെയെല്ലാം വിശ്രമം കൂടാതെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ജമ്മു കാശ്മീർ മുതൽ ഹിമാചൽ എല്ലാ പ്രദേശങ്ങളിലും നേപ്പാളിലും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ അനേക പ്രാവശ്യം പോയി സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ എന്തുകൊണ്ടാണ് വിശ്രമം കൂടാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? വല്ലവിധേനയും പ്രിയപ്പെട്ടവർ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടട്ടെ. ആരുടെയും പണം വാങ്ങിക്കാനല്ല, പേര് വാങ്ങിക്കാനല്ല, ഇവിടുന്ന് എന്തെങ്കിലും 1 രൂപയെങ്കിലും കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടല്ല ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ വണ്ടിക്കൂലി ഞങ്ങൾ സ്വന്തമായി ചെലവ് ചെയ്ത് വന്നതാണ്. എന്തുകൊണ്ടാണ്? വല്ലവിധേനയും പാലായിലുള്ളവർ നരകത്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ.